നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഴക്കെടുതിയെ നേരിടാൻ മക്കയിൽ സമഗ്രമായ പദ്ധതി തയ്യാറാക്കി. വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി ഫീൽഡ് ടീം രൂപീകരിച്ചു. മക്കയിൽ ഹറംപള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും മഴ ലഭിച്ചു. മഴക്കെടുതി ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെ നേരിടാനാണ് മക്ക നഗരസഭ പ്രത്യേക ഫീൽഡ് ടീം രൂപീകരിച്ചത്. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് മുൻകരുതൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ചായിരിക്കും ഫീൽഡ് ടീമിന്റെ പ്രവർത്തനം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീം സപ്പോർട്ടിംഗ് കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കുക, താമസക്കാരുടെയും തീർത്ഥാടകരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവ ടീം നടത്തും. വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റുക, വൈദ്യുതി വിതരണ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക, ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കാതിരിക്കുക, വെള്ളം ഒഴിവാക്കുന്ന ഉപകരണങ്ങൾക്കും ഫീൽഡ് ടീമിനും തടസ്സമുണ്ടാക്കാതിരിക്കുക തുടങ്ങിയവ പൊതുജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിലുണ്ട്. വെള്ളക്കെട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 940 എന്ന നമ്പരിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദയിൽ കേരള കലാസാഹിതിയുടെ 29ാമത് വാർഷികാഘോഷം നടന്നു. വൈവിധ്യമാർന്ന നൃത്തങ്ങളും സംഗീതവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പരിപാടി. ഇന്ത്യയുടെ കലാസാംസ്കാരിക വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ജിദ്ദയിൽ കേരള കലാസാഹിതി കളേഴ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചത്. പ്രവാസി സമൂഹത്തിന്റെ കലയോടുള്ള അഭിനിവേശം വിളിച്ചോതുന്നതായിരുന്നു തിങ്ങി നിറഞ്ഞ സദസ്സ്. പിന്നണി ഗായകരായ ലിബിൻ സ്കറിയയും രേഷ്മ രാഘവേന്ദ്രനും അവതരിപ്പിച്ച സംഗീതമേളയായിരുന്നു മുഖ്യ ആകർഷണം. ശാസ്ത്രീയ നൃത്തങ്ങളുടെ ലാസ്യഭംഗിയും ബോളിവുഡ് ഡാൻസും എല്ലാം കാണികളെ വിസ്മയിപ്പിച്ചു. കലാസാഹിതി കുടുംബാംഗങ്ങൾ തന്നെയാണ് നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തിയതും അവതരിപ്പിച്ചതും. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽമാനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ദൃശ്യാവിഷ്കാരം ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. കലാസാഹിതി പ്രസിഡന്റ് ഷാനവാസ് കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ നൌഫൽ മർവായി ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി ക്രിക്കറ്റ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന JPCL ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇത്തിഹാദ് അറേബ്യൻസിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. ടീം ക്യാപ്റ്റൻ ഉസ്മാൻ കൊറ്റുംബ വൈസ് ക്യാപ്റ്റൻ സുധീർ ഹരിപ്പാടിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. പരിപാടിയിൽ ടീം മാനേജർ ഷബീർ അധ്യക്ഷനായി. അരുൺ നന്ദി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിഷേധിച്ച മനോവിഷമത്തിൽ RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിയായിരുന്ന ആനന്ദ് കെ തമ്പിയാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പിൽ BJP നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. അതേസമയം ആനന്ദ് ഇന്നലെ ശിവസേനയിൽ അംഗത്വമെടുത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ന് വൈകുന്നേരമാണ് ആനന്ദ് കെ തമ്പിയെ വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ സുഹൃത്തുക്കൾ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. BJPയിൽ നിന്നും RSSൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായതാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മണ്ണുമാഫിയ സംഘം RSSന്റെയും BJPയുടെയും തലപ്പത്ത് പിടിമുറുക്കിയതാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ കാരണമെന്നും പ്രദേശത്തെ മണ്ണുമാഫിയ സംഘവുമായി നേതാക്കളിൽ ചിലർക്ക് ബന്ധമുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. ഇവർ ആനന്ദിന് പണം നൽകാനുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവാൻ താൽപര്യം പ്രകടിപ്പിച്ചപ്പോഴുള്ള ഭാര്യയുടെ ദേഷ്യവും വിഷമിപ്പിച്ചുവെന്നും കുറിപ്പിലുണ്ട്. തന്റെ ഭൗതിക ശരീരം BJP പ്രവർത്തകരും RSS പ്രവർത്തകരും കാണാൻ പോലും അനുവദിക്കരുതെന്നും കത്തിലുണ്ട്. ഇതിനിടെ ആനന്ദ് ഇന്നലെ ശിവസേനയിൽ ചേർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടപ്പഴഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാളെ രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനയിൽ പ്രത്യേക അന്വേഷണ സംഘം. നോട്ടീസ് നൽകിയിട്ടും എ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭാരവാഹികൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പിന്നാലെ എ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിന് രേഖാമൂലം മറുപടി നൽകാതെ ബന്ധുവിന്റെ മരണം മൂലമുള്ള അസൗകര്യം ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് SIT പറയുന്നത്. രണ്ടാമതും നോട്ടീസ് നൽകണോ അതോ അറസ്റ്റിലേക്ക് കടക്കണോ എന്നതാണ് SIT ആലോചിക്കുന്നത്. എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അനിവാര്യമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതിനു മുൻപ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുക ലക്ഷ്യമിടുന്നുണ്ട്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും SIT ഉറപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിൽ സ്വർണ്ണക്കൊള്ളയിലെ എ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളുമുണ്ട്. KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിൽ നേരത്തെ പൂശിയ സ്വർണം, ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ 17-ന് ശേഖരിക്കും. ഇതും തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിന്റെ ഫലവും നിർണായകമാണ്. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIM പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ചത്. ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൽ നിർത്തി എന്നാണ് വിമർശനം. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയില്ലെന്നും വിവാദം ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. CPI നേതാക്കളുടെ പരസ്യ പ്രതികരണമാണ് വിവാദത്തിനിടയാക്കിയതെന്ന് കേരള ഘടകം വിശദീകരിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചതായും കേരള ഘടകം അറിയിച്ചു. പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയതായും നേതാക്കൾ റിപ്പോർട്ട് ചെയ്തു. വിഷയം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ പിന്മാറി. ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാതിങ്കൽ D. ജമ്മീസാണ് പിന്മാറിയത്. ഇനി സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി മാത്രമാണ് ശേഷിക്കുന്നത്. ബാംഗ്ലൂർ IITയിലെ പ്രൊഫസറാണ് ഇലുവാതിങ്കൽ D. ജമ്മീസ്. നേരത്തെ സർവകലാശാല പ്രതിനിധി A. സാബുവും പിന്മാറിയിരുന്നു. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റും പരിശോധനകളും തുടരുന്നു. സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുമായി ബന്ധമുള്ള 3 ഡോക്ടേഴ്സിനെ NIA അറസ്റ്റ് ചെയ്തു. സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് വിദേശത്തുള്ള മുസഫർ റാത്തർ ആണ് എന്ന വിവരവും പുറത്തുവന്നു. അറസ്റ്റിലായ വെള്ളക്കോളർ ഭീകര സംഘത്തിലെ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ സഹോദരനാണ് മുസഫർ റാത്തർ. വിദേശത്തുള്ളയാൾക്കായി അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മുസാഫർ റാത്തറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡൽഹി സ്ഫോടനമെന്നാണ് വിവരം. പാകിസ്ഥാനും തുർക്കിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. തുർക്കിയിലെ രഹസ്യ ഹാൻഡിലായ ഉഗാസയെ മുസാഫർ റാത്തർ കണ്ടെന്നും അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ഡോക്ടർ ഉമർ മുഹമ്മദ് സന്ദർശിച്ച വസീർപൂരിലെത്തി NIAയും ഡൽഹി പോലീസും പരിശോധന നടത്തി. വെള്ളക്കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ നിസാർ ആലത്തിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൂടുതൽ ഡോക്ടേഴ്സ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. ഇതിനിടെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച നേതാജി സുഭാഷ് മാർഗ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ വൻ സ്ഫോടനത്തിന് പിന്നിൽ അട്ടിമറിയില്ല എന്ന് ജമ്മുകശ്മീർ DGPയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും. സാമ്പിൾ പരിശോധനയ്ക്കിടെ അബദ്ധത്തിലുണ്ടായ സ്ഫോടനം എന്നാണ് വിശദീകരണം. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 9ആയി. ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രി 11:22 രാജ്യത്തെ നടുക്കിയ സ്ഫോടനം. ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടികൂടിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു ഫോറൻസിക് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. 3 ഫോറൻസിക് ഉദ്യോഗസ്ഥരും 2 റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് മരിച്ചത്. 27 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനും സമീപ കെട്ടിടങ്ങളും തകർന്നു. നിരവധി വാഹനങ്ങളും കത്തിച്ചാമ്പലായി. നൌഗാം പോലീസ് സ്റ്റേഷനിൽ തുറന്ന സ്ഥലത്ത് വെച്ചിരുന്ന സ്ഫോടക വസ്തു
പരിശോധനയ്ക്കിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ജമ്മു-കശ്മീർ DGP നളിൻ പ്രഭാത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയില്ലെന്നും അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ സ്ഥിരീകരിച്ചു. In this unfortunate accidental incident, 9 people have lost their lives. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ജമ്മു-കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർ ആദിൽ റാത്തർ ജെയ്ഷെ അനുകൂല പോസ്റ്ററുകൾ പതിച്ചതിനെ തുടർന്ന് വൈറ്റ് കോളർ ഭീകര സംഘത്തിനെതിരായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നൌഗാം പോലീസ് സ്റ്റേഷനിലാണ്. 24 ഡൽഹി. വമ്പൻ ജയത്തിന് പിന്നാലെ ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി NDA. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയെന്ന സംശയമാണ് മഹാസഖ്യ നേതാക്കൾ ഉയർത്തുന്നത്. പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ RJD വിട്ടു. അച്ചടക്ക ലംഘനത്തിന് BJP സസ്പെൻഡ് ചെയ്ത RK സിംഗ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തുടരുന്നതിനാൽ നിലവിൽ NDAയ്ക്കുള്ളിൽ മറ്റ് ചോദ്യങ്ങളില്ല. ഉടൻ ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ താൽപ്പര്യമില്ലെന്ന് ചിരാഗ് പസ്വാൻ BJP നേതൃത്വത്തെ അറിയിച്ചെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പരാജയം മഹാസഖ്യത്തിന് ഏൽപ്പിച്ചത് വലിയ ക്ഷതം. പരാജയത്തിന് പിന്നാലെ RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ രോഹിണി ആചാര്യ രാഷ്ട്രീയം വിട്ടു. കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായും രോഹിണി സമൂഹമാധ്യമങ്ങളിൽ വ്യക്തമാക്കി. നേരത്തെ സഹോദരൻ തേജ് പ്രതാപ് യാദവും പാർട്ടി കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. ബീഹാറിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മടക്കം. BJPയുടെ 90% സ്ട്രൈക്ക് റേറ്റ് അവിശ്വസനീയമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. അതിനിടെ നേരത്തെ അച്ചടക്ക ലംഘന നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത മുൻ കേന്ദ്രമന്ത്രി RK സിംഗ് BJP പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. 24 ഡൽഹി. SIR നടപടികൾക്കെതിരെ സർക്കാരും CPIയും സുപ്രീം കോടതിയിലേക്ക്. പാർട്ടിയും സർക്കാരും പ്രത്യേകം കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം പരിഗണിക്കാത്തതിൽ LDFും UDFും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. SIRനെതിരാണ് പാർട്ടിയും സർക്കാരും. നിയമയുദ്ധം അതിന്റെ രീതിയിൽ നടക്കും. എന്നാൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇതിനായി SIR ഫോം പൂരിപ്പിച്ച് നൽകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകളും വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത 4ാമത്തെ യോഗത്തിലും SIR നടപടികളെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രൂക്ഷമായി വിമർശിച്ചു. അനാവശ്യ തിടുക്കമെന്തിനെന്നും BLOമാർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെന്നും LDFും UDFും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR മാറ്റിവെക്കുന്നതിനോട് എതിരഭിപ്രായമില്ലെന്ന് BJP. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിനിടയിൽ മറുകണ്ഠം ചാടി സീറ്റ് കിട്ടാത്ത നേതാക്കൾ. വിമതരായി എത്തുന്നവരും കുറവല്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പാർട്ടികൾക്കുള്ളിൽ പലയിടത്തും തമ്മിൽ തല്ല് തുടരുകയാണ്. രാജിവെച്ച് മറുചേരിയിലേക്ക് പോകുന്നവർ ഒരു പാർട്ടിയിലും കുറവല്ല. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ രാജിവെച്ച നിമ്മീറപ്പായി LDF സ്ഥാനാർത്ഥിയാകും. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കലും രാജിവെച്ചു. തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ CPIന്റെ മുൻ കൗൺസിലർ BJPയിൽ ചേർന്നു. ഇനി NDA സ്ഥാനാർത്ഥിയാകും. പാലക്കാട് സീറ്റ് കിട്ടാത്തവർ കോൺഗ്രസിലും CPIലും ഒരുപോലെ വെല്ലുവിളി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CGK ഉണ്ണി കോൺഗ്രസ് വിട്ടു. പാലക്കാട് വടക്കഞ്ചേരിയിൽ കിഴക്കഞ്ചേരിയിലും CPIനെതിരെ വിമതർ പോരാട്ടത്തിനിറങ്ങി. കിഴക്കഞ്ചേരിയിൽ LDFനെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത് CPM മുൻ ഏരിയ സെക്രട്ടറി K ബാലനും വടക്കഞ്ചേരിയിൽ മുൻ ലോക്കൽ സെക്രട്ടറി ഗംഗാധരനുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇരുവരുടെയും മത്സരം UDF പിന്തുണയോടെ. മലപ്പുറം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങും. 5 ലീഗിനെതിരെ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് വിമതർ. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര നടത്തി.
കോഴിക്കോട് മുന്നണികളിലാകെ കലാപമാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി DCC ജനറൽ സെക്രട്ടറി NV ബാബു പാർട്ടി വിട്ടു. കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ലീഗ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം കൌൺസിലറായിരുന്ന റംലത്ത് രാജിവെച്ചു. കുന്നമംഗലത്ത് ദളിത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻകുട്ടിയും 15 പ്രവർത്തകരുമാണ് പാർട്ടി വിട്ടത്. നരിക്കോട്ടേരിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. കൊച്ചി കോർപ്പറേഷനിൽ K ബാബു MLAക്കെതിരെ വിമർശനമുന്നയിച്ച മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാറാണ് മത്സരരംഗത്ത്. 2020 നേതാവായിരുന്ന ആന്റണി ജൂണിനെ കോൺഗ്രസ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയാക്കി. ഫേസ്ബുക്കിൽ രാജിക്കാര്യം അറിയിച്ച് എറണാകുളം കളമശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി അൻവർ ഞക്കട LDF സ്ഥാനാർത്ഥിയായി. കോതമംഗലം പല്ലാരിമംഗലത്ത് ഭരണസമിതി യോഗത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് സീറ്റ് നൽകാതിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPM വിട്ടു. തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജെയിംസ് K ജേക്കബ് CPM ബന്ധം ഉപേക്ഷിച്ചത്. BJPയുടെ ഉൾപ്പെടെ പിന്തുണ സ്വീകരിക്കുമെന്നും ജെയിംസ് K ജേക്കബ്. ന്യൂസ് ഡെസ്ക് 24. കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാരത്തിന്റെ മറവിൽ ക്രൂരത. മുണ്ടക്കൽ സ്വദേശിയായ ഷിനു മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരിൽ നിന്നായി തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. സമൂഹത്തിലെ ഉന്നതർ ഉൾപ്പെടെ വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണത്തിന് ഇരകളായി. പോക്സോ കേസിൽ നിലവിൽ റിമാൻഡിലാണ് ഷിനു. ഒറ്റമുറിയിലെ പൂജാമണ്ഡപം, 8 കൈയുള്ള പ്രതിഷ്ഠ, കാഴ്ചയിൽ ഭീതിയുളവാക്കുന്ന അന്തരീക്ഷം. കൊല്ലം അമ്മച്ചി വീട്ടിലെ ഷിനുവെന്ന ദുർമന്ത്രവാദിയുടെ ആഭിചാര കേന്ദ്രം ഇങ്ങനെയാണ്. ഭർത്താവിനെ വശീകരിക്കാൻ തുടങ്ങി ശത്രുവിനെ കൊലപ്പെടുത്താൻ വരെ ഷിനുവിനെ തേടി നിരവധി പേർ എത്തി. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ആ സമയത്തുള്ള കാലം ഇത് ജ്യോതിഷം നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, അമ്മായിയമ്മ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്, അതാണ് കാലം ചുറ്റി അനുഭവിക്കുന്നത്, അതാണ് ഒന്നും ശരിയാകാത്തത്. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴും പുള്ളിക്കാരൻ സംസാര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്ക് 10 വയസ്സ് കൂടുതൽ ആയുസ് ലഭിക്കും എന്നുള്ള രീതിയിൽ. ആഭിചാരത്തിനായി എത്തിയ പെൺകുട്ടികളെ ഷിനു ദുരുപയോഗം ചെയ്തു, ഭയപ്പെടുത്തി ലൈംഗിക ഉപദ്രവം. മോളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇയാൾ ഒരു കാര്യം ചെയ്യും, മാഡം ഇറങ്ങിച്ച് വെളിയിലിരും, മോളെടുത്ത് ഇതാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മ പോവാം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്തോക്കളെ എന്നെ സ്വാമി ഇതേണക്ക് ബാഡ് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ സ്വാമി പിടിച്ച്. ഓഫീസിൽ 5 സ്ഥിരം ജീവനക്കാർ സദാസമയവും ഉണ്ടാകും. 1000 രൂപയും ഭക്ഷണവുമായിരുന്നു ജീവനക്കാരുടെ ദിവസവേതനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ഷിനുവിന്റെ അവകാശവാദം. ഒടുവിൽ 11-കാരിയെ ഉപദ്രവിച്ച സംഭവത്തിൽ പോക്സോ കേസിൽ ഷിനു പിടിയിലാകുമ്പോഴും ഇയാളുടെ ആഭിചാര ക്രിയ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ഷിനുവിന്റെ ഉന്നത ബന്ധങ്ങൾ തന്നെയാണ് ഷിനുവിനെ എന്നും സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. നഗരഹൃദയത്തിൽ ആഭിചാര ക്രിയ നടത്തി ഷിനു മുന്നോട്ട് പോകുമ്പോഴും പോലീസും നാട്ടുകാരും പറയാൻ മടിച്ചു, ഭയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോക്സോ കേസിൽ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഷിനുവിന്റെ ആഭിചാര ക്രിയകൾ സംബന്ധിച്ച് പുറത്തു പറയാൻ ഇരകൾ പോലും തയ്യാറാകുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ പോലീസ് ഇൻസ്പെക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെർപ്പുളശ്ശേരി SHO ബിനു തോമസിനെയാണ് ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഉച്ചതിരിഞ്ഞ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ബിനു തിരികെ എത്താത്തതോടെ സഹപ്രവർത്തകർ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടത്. സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്നാണ് വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ബിനു 6 മാസം മുമ്പാണ് ചെർപ്പുളശ്ശേരി സ്റ്റേഷനിൽ എത്തിയത്. IPL 19ാം സീസണിന് മുന്നോടിയായുള്ള മിനി താർ ലേലം ഡിസംബർ 16 നടക്കും. അബുദാബിയിൽ വെച്ചായിരിക്കും ലേലം. ലേലത്തിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ ഇന്ന് പുറത്തുവിട്ടിരുന്നു. ഏവർക്കും ആത്മകഥ എഴുതാനുള്ള പ്രചോദനമാണ് ഡോക്ടർ AV അനൂപിന്റെ ആത്മകഥ യു-ടേൺ എന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. ഡോക്ടർ AV അനൂപിന് കാലിക്കറ്റ് ബുക്ക് ക്ലബിന്റെ ഉപഹാരം സുഭാഷ് ചന്ദ്രൻ സമ്മാനിച്ചു. MA ജോൺസൺ പൊന്നാടയണിയിച്ചു. കണ്ണൂർ ജില്ലാ ജഡ്ജി RL ബൈജുവിനെ കാലിക്കറ്റ് ബുക്ക് ക്ലബ് സെക്രട്ടറി ഡോക്ടർ NM സണ്ണി പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിൽസൺ സാമുവൽ അധ്യക്ഷനായി. ഡോക്ടർ AV അനൂപ് വിശിഷ്ടാതിഥിയായി. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, ഡോക്ടർ AV അനൂപ്, ഡോക്ടർ MR ദിവ്യ, മോഹനൻ പുതിയോട്ടിൽ, മിനി പ്രസാദ്, CE ചാക്കുണ്ണി, ഐസക് ഈപ്പൻ, CC മഞ്ജുസാം,
AS ഹരീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.